കൊള്ളാം. ആ ക്രീമിയും അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. നല്ലതാ, റെസ്റ്റോറൻറ്റ് ഫീൽ ഉണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ കുക്കിംഗ് റെസിപ്പി ഇടില്ലായിരിക്കും എന്ന്. പക്ഷേ നമ്മൾ വീണ്ടും ബാക്ക് ടു ദ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. സോ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഗൈസ്, നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇടാം. ഓക്കെ, ആവശ്യമായിട്ടുള്ള ഗ്രാമ്പൂ, കാർഡമം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്തേക്കുന്ന അനിയൻ നമ്മൾ ഇടാം കേട്ടോ. ഗൈസ്, അണിയൻ ഒന്ന് സോഫ്റ്റനായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ജിഞ്ചറും ഗാർലിക്കും ഇടാം. ഇത് ലൈക്ക് ഇങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് ഇട്ടാൽ മതി, കാരണം നമ്മളിത് എന്തായാലും മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കും. സോ ലൈക്ക് ഇങ്ങനത്തെ പീസ് തന്നെ ഇടാം. ജസ്റ്റ് ഗാർലിക് ആവശ്യത്തിന്, അതുപോലെ തന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇടാം. കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ഗൈസ്, ഇനി നമുക്ക് 3 ടൊമാറ്റോ ആണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കാം. ഗൈസ്, ഇതിലോട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 10 to 15 നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാഷ്യൂ ആഡ് ചെയ്തേക്കാണ്. കാഷ്യൂ ആഡ് ചെയ്യുമ്പോൾ മെയിൻലി ഇത് ഭയങ്കര എന്താ പറയുക, ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാഷ്യൂ ആഡ് ചെയ്യണത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. പിന്നെ ഓൾസോ ഗൈസ്, നമ്മളിങ്ങനെ വിചാരിക്കും നമുക്കിങ്ങനെ വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല, ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര വലിയ റെസിപ്പീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമൽ റെസിപ്പീസ് എടുക്കുക, അത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, എന്താ അതിൽ കുറവെന്നുണ്ട് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ടൈം ആ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുക്ക് ചെയ്യാൻ പേടിയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഗൈസ്, ഇതിലോട്ട് കുറച്ച് നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാണ്. നമുക്ക് പറ്റാണെങ്കിൽ കാശ്മീരി ചില്ലി ആയിട്ടുണ്ടെങ്കിൽ ഇടാൻ നല്ലത്. ഇതിപ്പോൾ ഞാൻ പൗഡറാണ് ആഡ് ചെയ്യണേ. ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ, അതെ. ഗൈസ്, ഇത് ഓൾമോസ്റ്റ് സോഫ്റ്റനായിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമുക്കിത് കൂളായിട്ട് വേണം നമ്മളിത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിത് ജസ്റ്റ് ഒരു 3 to 5 minutes അടച്ചു വയ്ക്കാം. ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂൾ ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി അത് പേസ്റ്റ് ആക്കി. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് കുറച്ച് ബട്ടറും പിന്നെ നമ്മൾ കുറച്ച് ഓയിലാണ് എടുക്കണേ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ 2 ബേ ലീഫ് ഇടാണ്. അതിനുശേഷം നമ്മൾ ചോപ്ഡ് ഓണിയൻസ് ഇടും. ഇതിലോട്ട് നമ്മൾ ഒരു അണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യണേ. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, കുറച്ച് ജീരകം പൊടിച്ചത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നു ജീരകമാണ് മെയിൻ അവരുടെ. ഗൈസ്, അതിൽ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ മറ്റേ അരിപ്പ് വെച്ച് അരിച്ചിട്ടിടാം. പക്ഷേ എനിക്ക് കുറച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ കിടക്കുന്നത് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അരിച്ച് ഇങ്ങനെ ഭയങ്കര പേസ്റ്റായിട്ട് കിടക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ കുറച്ച് സ്ട്രെയിനറിൽ അരിച്ചിട്ടിട്ടാൽ മതിയേ. കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഈ ബാക്കി വന്നതിൽ ജസ്റ്റ് നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഒഴിക്കാം കേട്ടോ. ഗൈസ്, ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കണ്ടൊരു ടിപ്പാണ്. അതായത് നമുക്കിങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് മിൽക്ക് പൗഡറിൽ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് ഇടാനാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ. കുറച്ചങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാവേ. ശരിക്കും ബേസിക്കലി നമ്മളിതിൽ ഷുഗർ ഇടും. അപ്പോൾ എനിക്കൊന്ന് ഇത് ഇടുന്ന കാരണം ഷുഗർ ഇടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ബിറ്റ് ഓഫ് സ്വീറ്റ്നെസ് ഇത് അടിപൊളിയാക്കും. ഗൈസ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മൾ ഉപ്പിടാതെ. ഗൈസ്, നമുക്ക് കുറച്ച് കൈ കൊണ്ട് ക്രഷ് ചെയ്ത് കസ്തൂരി മേത്തി ഇടാം. എനിക്കൊന്ന് ഇത് എന്തായാലും ഇടണം, കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ കസ്തൂരി മേത്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗൈസ്, നമുക്കിനി കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇടാം കേട്ടോ. ഫ്രഷ് കൊറിയാൻഡർ ലീവ്സ്.
ഗൈസിന് നമുക്ക് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ആഡ് ചെയ്യാവേ. നമുക്ക് കുറച്ച് തിക്ക് ക്രീം, ഈ ബേ ലീഫ് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഗൈസ് ഒരു യെല്ലോ ഒരു ഓറഞ്ച് ഫീൽ കിട്ടാനെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്താൽ മതി. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഈ പനീർ ബട്ടർ മസാലേനോട് ഇഷ്ടമുണ്ട്. കാരണം എൻ്റെ പപ്പയുടെ സിസ്റ്റേഴ്സ്, അതായത് എൻ്റെ ആൻറ്റിമാർ നോർത്ത് ഇന്ത്യയിലായിരുന്നു. സോ അവരെപ്പോൾ സമ്മർ വെക്കേഷൻ വന്നാലും, ആക്ച്വലി ഇപ്പോൾ വന്നാലും, ഇപ്പോൾ ഒരു നാട്ടിലും അമേരിക്കയിലായിട്ട് സെറ്റിലായി, അവർ വന്നാലും ഞാൻ ആദ്യം പറയണത് എനിക്ക് പനീറും ചപ്പാത്തിയും വേണമെന്നാണ്. അവരുണ്ടാക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൻ്റെ ആണോ അത് അവരുടെ കൈപ്പുണ്യം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോരം ചപ്പാത്തി വേണമെങ്കിലും കഴിക്കും ഈ പനീർ ബട്ടർ മസാലയുടെ കൂടെ. അവരുടെ അത്രയും എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവരോട് ചോദിക്കാം. ഇത് അവർ അതും കഴിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമുക്കിത് ഇനി സെർവ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അത്യാവശ്യം തിക്കായുണ്ട്. ശരിക്കും ഈ സ്പൂൺ വെച്ച ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ മറ്റേ ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് കുഞ്ഞു ബട്ടറും പിന്നെ ലീവ്സ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് കാണിക്കുക. ഓക്കെ, സോ ഗൈസ്, ട്രൈ ഇറ്റ് അറ്റ് ഹോം. പാളിയൊന്നും എന്തായാലും പോകില്ല, എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. കൊള്ളാം, സാധനം കൊള്ളാം. വൈക്കണ്ടില്ല. കൊള്ളാം. ആ ക്രീമിയും അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. നല്ലതാ, റെസ്റ്റോറൻറ്റ് ഫീൽ ഉണ്ട്. അടിപൊളിയാണ്, നല്ലതാ, ആസ്വദിച്ച് തിന്നാം. ക്രീമി. എങ്ങനെയുണ്ട്? റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാല്ല. ഇല്ലേ